അക്കാദമിയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. സാർ, താങ്കൾ ഇപ്പോൾ അക്കാദമിയുടെ പ്രതികരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അക്കാദമി കമ്മിറ്റിക്ക് അംഗീകരിക്കാവുന്ന തരത്തിലുള്ളൊരു പാട്ടായിരുന്നില്ല താങ്കൾ എഴുതിയതെന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സച്ചിദാനന്ദൻ അക്കാദമി അധ്യക്ഷൻ തന്നെ വിശദമാക്കുന്നത്. ഏതായാലും സാഹിത്യ അക്കാദമിയിൽ പോരും മുറുകുകയാണ്. കേരള ഗാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് നിരാകരിച്ചതായാണ് അക്കാദമി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തന്നെ ഔദ്യോഗികമായി ഇതൊന്നും അറിയിച്ചില്ലെന്ന നിലപാടാണ് ശ്രീകുമാരൻ തമ്പിക്ക്. BK ഹരിനാരായണന്റെ പാട്ടാണ് ഇപ്പോൾ അംഗീകരിച്ചതെന്ന് പറയുന്നു. ശ്രീകുമാരൻ തമ്പി, അക്കാദമിയുടെ പ്രതികരണം ഇപ്പോൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. താങ്കളുടെ പാട്ട് കമ്മിറ്റിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നാണ് ഇപ്പോൾ സച്ചിദാനന്ദൻ പറയുന്നത്. അതായത് എന്നെ നേരത്തെ എന്നെ അറിയിക്കാനുള്ള തൻ്റെ ഇടം വേണ്ടേ? അതിലെ വരികൾ ഉൾപ്പെടെ അക്കാദമിക്ക് യോജിക്കാവുന്നതായിരുന്നില്ല എന്നാണ് പറയുന്നത് സർ. അത് ഞാൻ എൻ്റെ വരികളൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ഏതാ യോജിക്കാത്ത പറയും. ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം, ഇളനീരിൻ മധുരമൂറും എൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം, മലകൾ പുഴകൾ കായലുകൾ കടലോരങ്ങൾ, കാഴ്ച തേടും യാത്രികൾക്ക് കലാശാലകൾ, കഥകളിതൻ താളം കേട്ട് നിളയൊഴുകുന്നു, വഞ്ചിപ്പാട്ട് പാടിപ്പാടി പമ്പ പായുന്നു. ഏതാണ് ക്ലിഷേ? പമ്പ എന്ന് പറയുന്ന ക്ലിഷയാണോ? കഥകളി ക്ലിഷയാണോ? എങ്കിലും ഒരു നിവർത്തിയില്ല. അതൊക്കെ പറയാതെ എനിക്ക് പാട്ട് എഴുതാൻ പറ്റില്ല. പിന്നെ അവസാനത്തെ വരികൾ, സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, മാനവത്വം ഒന്നേ മതമെന്ന് ചൊല്ലി നമ്മൾ, പുതിയുഗത്തിൻ പുലരികൾക്കായി കാത്തിരുന്നവർ നമ്മൾ, ഐകമത്യ ധാരയായി മുന്നേറുന്ന നമ്മൾ. ഇതിലേത് പദമാണ് സ്വീകരിക്കാൻ പറ്റാത്തത്? താങ്കൾ ഈ വരികൾ സ്വീകരിക്കാൻ കഴിയാത്ത പല പദങ്ങളും അദ്ദേഹത്തിന് പാട്ടുണ്ടായിരുന്നു. ചുമ്മാ വെച്ചങ്ങ് പറഞ്ഞാല് നിങ്ങൾ പറയണം, ഇതിലേതാണ് സ്വീകരിക്കാൻ പ്രയാസമുള്ള പദം? സ്ഥിതി സമത്വം എന്നുള്ള സ്വീകരിക്കാൻ പറ്റില്ലേ? സ്ഥിതി സമത്വം സ്വപ്നം തിരുവോണമാക്കി നമ്മൾ. കാരണം എല്ലാവരും ഒരുപോലെ ആകണമെന്ന് പറഞ്ഞ് ഒരു ആഘോഷം നടത്തുന്നത് നമ്മൾ മാത്രമല്ല ലോകത്ത്. കാരണം തിരുവോണം ഒരു സ്വപ്നമാണ്. കാരണം എല്ലാവരും ഒരുപോലെ ആവണം, ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ ആകണം സ്വപ്നം കണ്ടവനാണ് മലയാളി. ആ സ്വപ്നമാണ് നമ്മൾ തിരുവോണമാക്കി മാറ്റിയത്. ഇതിക്കുള്ള എന്താ എഴുതുക കേരളത്തെക്കുറിച്ച്? ഇതാണോ ക്ലിഷേ? സ്ഥിതി സമത്വം എന്ന പദമാണ് ക്ലിഷേ, തിരുവോണം എന്ന പദമാണ് ക്ലിഷേ, ഇളനീരെന്നുള്ള പദമാണ് ക്ലിഷേ. അംഗീകരിക്കാൻ കഴിയാത്ത ധാരാളം പദങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ടായിരുന്നു. ഈ വരികളിൽ എവിടെ അംഗീകരിക്കാത്ത ഏത് പദമുള്ളത്? ഒരു പദം പറയണം. ഈ വരികൾ അയച്ചു കൊടുത്തപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ആരുമായാണ് താങ്കൾ ആശയവിനിമയം നടത്തിയിരുന്നത്? ആശയവിനിമയം നടത്തിയിരുന്ന അബൂബക്കറുമായിട്ടാണ്. അബൂബക്കറാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ എഴുതുന്നില്ല, ഞാൻ വേണ്ട, മറ്റാരെ കൊണ്ട് എഴുതിക്കുമെന്ന് ഞാൻ അബൂബക്കർ പറഞ്ഞപ്പോൾ താങ്കളല്ലാതെ മറ്റാരെ എന്ന് അബൂബക്കറിനോട് ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ എഴുതാൻ തയ്യാറായത്. പിന്നീട് ഈ വരികൾ അയച്ചു പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അബൂബക്കർ പറഞ്ഞു, എനിക്ക് അത്ര തൃപ്തിയായില്ല എന്നെഴുതി. അപ്പോൾ എന്നെ വിളിച്ചു. ആദ്യ ഭാഗം ഒന്ന് മാറ്റി. ആദ്യം ഇങ്ങനെ ഇപ്പം ഞാൻ പാടുന്ന പോലെ ആയിരുന്നില്ല, വേറെ വരികളായിരുന്നു. അപ്പോൾ ആദ്യ ഭാഗം ഒന്ന് മാറ്റാമെന്ന് ചോദിച്ചു. രണ്ടാമത്തെ ചരണം ഗംഭീരമായി. ഇപ്പോൾ സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, മാനവത്വം ഒന്നേ മതമെന്ന് ചൊല്ലി നമ്മൾ എന്ന ഭാഗം ഗംഭീരമായിട്ടുണ്ടെന്നും അബൂബക്കർ പറഞ്ഞു. തുടക്കം മാത്രം മാറ്റിയാൽ മതി. തുടക്കം മാറ്റിയതാണിപ്പോൾ. ഹരിതഭംഗി കവിത ചൊല്ലു എൻ്റെ കേരളം എന്നുള്ള ഇപ്പം ഞാൻ മാറ്റിയതാണ്. അതിപ്പോൾ സ്വീകരിക്കാൻ കഴിയുന്ന ഏത് പദമാണ് ഇതിനകത്തുള്ളത്? ചരണം നല്ലതായിരുന്നു, പല്ലവി മാത്രം മാറ്റൂ എന്ന് അത് സച്ചിദാനന്ദ മനഃപൂർവ്വം എന്നോട് പക വീട്ടാൻ വേണ്ടി ഒരവസരം ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഞാൻ ആ വെട്ടിൽ വീണു. അത്രേ ഉള്ളൂ. എൻ്റെ നന്മ കാരണം ഞാൻ ആ വെട്ടിൽ വീണു. എന്താണ് സാർ അക്കാദമി അധ്യക്ഷന് താങ്കളോട് അത്തരത്തിൽ ഒരു പ്രശ്നം? താങ്കളെപ്പോലുള്ള ഒരു കവിയോട്, ഇത്രയും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ എഴുതിയ ആളാണ്, തീർച്ചയായും താങ്കളുടെ ഒരു കേരള ഗാനം എന്ന് പറയുന്നത് അഭിമാനം ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നിരിക്കും. പക്ഷെ എന്താണ് അത്തരത്തിൽ അക്കാദമി അധ്യക്ഷന് താങ്കളോടുള്ള പ്രശ്നം എന്താണ്? അദ്ദേഹത്തെ സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി എന്നെ വിളിച്ചു. അതിൻ്റെ അവസരം ഉണ്ടായപ്പോൾ വിളിച്ചു. ആ പക അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു. എന്നിട്ട് ഒരവസരം നോക്കിയിരുന്നു. എന്നിട്ട് കേരള സാഹിത്യ പ്രസിഡന്റ് എന്ന സ്ഥാനം ഉപയോഗിച്ച് അങ്ങയുടെ വ്യക്തിപരമായ പക വീട്ടി. പുതിയ ഒരാളുടെ യുവകവിയുടെ സച്ചിദാനന്ദൻ എങ്ങനെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി കയറി പറ്റിയത്? അത് BJP ഭരിക്കുന്ന കാലത്താണ്. വാജ്പേയി പ്രധാനമന്ത്രി ഇരിക്കുന്ന കാലത്ത് എങ്ങനെ അദ്ദേഹം സാഹിത്യ സെക്രട്ടറി ആയി? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്കിപ്പോൾ ഈ വീഴ്പ്പലക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കഥകളെല്ലാം അറിയാം എനിക്ക്.
പക്ഷേ സർ അക്കാദമി മാർക്സിസ്റ്റുകാരനായിട്ട് ഇരുന്നുകൊണ്ട് പിന്നെ ഇരുന്നുകൊണ്ട് BJP ഭരിക്കുന്ന കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. എല്ലാവർക്കും അത് സാധ്യമല്ല. കഴിഞ്ഞ ദിവസം ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു വിമർശനം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. യാത്രാബത്ത നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വിശാലാർത്ഥത്തിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചത്. എൻ്റെ വില എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ കുറിപ്പ് വന്നതും. അത്തരത്തിൽ അക്കാദമിക്കെതിരെ നിരന്തരമായ ഒരു നീക്കം നടക്കുന്നു എന്നാണ് ഇപ്പോൾ സച്ചിദാനന്ദൻ അക്കാദമി അധ്യക്ഷൻ ആരോപിക്കുന്നത്. അല്ല, ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് ഞാനും പോസ്റ്റ് ഇട്ടത്. അല്ലെങ്കിൽ ഞാനിത് പുറത്ത് പറയുമായിരുന്നില്ല. കാരണം അങ്ങനെ ബാലചന്ദ്രനോട് ചുള്ളിക്കാട്ടോട് ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചപ്പോൾ എന്നോട് ചെയ്തു എനിക്കും പറയണത് തോന്നി. അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. താങ്കൾ സംസാരിച്ചിരുന്നോ ചുള്ളിക്കാടുമായി? അതോ താങ്കൾ സ്വയമേവ തോന്നിയിട്ടതാണോ പോസ്റ്റ്? അതോ നേരത്തെ തന്നെ? ഇല്ല, ഞാൻ സംസാരിച്ചൊന്നുമില്ല. കാരണം മലയാള കവിതയിൽ ബാലചന്ദ്രനുള്ള സ്ഥാനം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇത് ഏത് സമയത്താണ് സാർ ഇത്തരത്തിലൊരു കവിത കേരള ഗാനം വേണമെന്ന് ആവശ്യപ്പെടുന്നത്? ഏത് സമയത്താണ്? എത്ര സമയമായി കാണും? അല്ലെങ്കിൽ എത്ര കാലം മുമ്പാണ് ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്? എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. 3-4 മാസങ്ങളായി കാണും. പിന്നീട് വരികൾ കൊടുത്തിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല. അതായത് പാട്ട് സ്വീകരിച്ചോ നിരാകരിച്ചോ? ഉറപ്പായും താങ്കളെപ്പോലെ ഒരാളുടെ വരികൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്ദി എന്ന് മാത്രം ഒരു മെസ്സേജ് എനിക്ക് പിന്നെ സച്ചാനന്ദന്റെ കയ്യിൽ നിന്ന് വന്നു. നന്ദി എന്ന് മാത്രം. അക്കാദമി സെക്രട്ടറി വാട്സപ്പിലൂടെ താങ്കൾക്ക് ഇത് ഇല്ലെന്നൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് ഇതിനെ വിളിക്കുന്ന കാരണം ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല. പിന്നീട് പിന്നെ ചാനലിൽ പരസ്യം വന്നു, കേരള ഗാനങ്ങൾ കവികളിൽ നിന്നും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സാർ ഇപ്പോൾ പ്രതികരിച്ചേക്കാം എന്ന് തോന്നിയത്? കാരണം അക്കാദമിയുടെ പല പ്രവർത്തനങ്ങളും ശരിയല്ല എന്ന് തോന്നുന്നുണ്ടോ? ശരിയെല്ലാം തോന്നുന്നുണ്ടും ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥിതി എഴുതിയപ്പോൾ എനിക്കും പറയാനും തോന്നി. ഈ ക്ലീശേ പദപ്രയോഗങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാനുണ്ടാവും. താങ്കളുടെ വരികൾ കേട്ടപ്പോൾ അത് നമുക്ക് ആസ്വദിക്കാവുന്ന വളരെ ഭംഗിയുള്ള താങ്കളുടെ ശ്രീകുമാരൻ തമ്പി എന്ന കവിയുടെ കയ്യൊപ്പുള്ള ഒരു കവിതയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണം താങ്കളെപ്പോലുള്ള ഒരു അത് എന്തും ക്ലീശ. ഇപ്പോ കവിതയിൽ പൂവെന്നോ ആകാശമെന്നോ ഭൂമിയെന്നോ എന്നാ അവിടെ ക്ലിഷ എന്ന് പറയുന്ന ഒരു വർഗം ഇപ്പോൾ ഉണ്ട് മലയാളത്തിൽ. സച്ചിദാനന്ദനെ പോലെ നിമിഷ കവിത എനിക്ക് പറ്റില്ല. സച്ചിദാനന്ദൻ്റെ ഏത് കവിത ആണ് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിട്ടാണ് കവിത എഴുതുന്നത്. എത്ര ആളുകൾ അദ്ദേഹത്തിൻ്റെ കവിത കേൾക്കുന്നുണ്ട്, എത്ര കവിതകൾ ഏറ്റുപാടുന്നുണ്ട്. അവരിൽ 12-20 പേരുണ്ട്, ഒരു സംഘം, ബുദ്ധിജീവികളെന്ന് സ്വയം ഭാവിക്കുന്ന സംഘം. ഇപ്പോൾ സച്ചിദാനന്ദൻ വിചാരിക്കുന്ന അദ്ദേഹം അന്തർദേശീയ കവി, അദ്ദേഹം സ്വയം വിശ്വസിക്കുകയാണ്. അത്ര തന്നെ. ഇപ്പോൾ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പാർട്ടിയുടെ സഹായത്തോടെ. അല്ല, ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സഹായത്തോടെ ഒന്നും നേടിയിട്ടില്ല ഇതുവരെ. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ പലർക്കും അറിയാവുന്ന നമ്മുടെ പത്രപ്രവർത്തന ജോണി ലൂക്കസ് ഉള്ളവർ പലർക്കും അറിയാവുന്ന കാര്യം, മിസ്റ്റർ കാർത്തികേയൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ എന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാകാൻ വിളിച്ചാണ്. ഞാൻ സ്വീകരിച്ചില്ല. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു മുൾക്കിരീടം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അമൃത ടെലിവിഷൻ തുടങ്ങുമ്പോൾ അതിലെന്നെ ക്ഷണിച്ചതാണ്. അത് ഞാൻ സ്വീകരിച്ചില്ല. അപ്പോൾ ഈ സച്ചിദാനന്ദനെ പോലെ അക്കാദമി പ്രസിഡന്റും മറ്റേ കസേരയിൽ തേടി ഓടി നടക്കുന്ന ഒരാളല്ല ഞാൻ. 33-ാമത്തെ വയസ്സിൽ സ്വന്തമായി ചലച്ചിത്ര നിർമ്മാണ കമ്പനി തുടങ്ങിയ ആളാണ്. 29-ാമത്തെ വയസ്സിൽ തമ്പീസ് കൺസ്ട്രക്ഷൻ എന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയ ആളാണ്. എനിക്ക് ജീവിക്കാനും വളരാനും പാർട്ടിയുടെ ആവശ്യമില്ല, ഒരു പാർട്ടിയുടെ ആവശ്യമില്ല. ാണ് ഇപ്പോൾ അക്കാദമി അധ്യക്ഷനും പ്രവർത്തിക്കുന്നത് എന്നാണോ അപ്പോൾ താങ്കൾ പറയുന്നത്? കാരണം ഒരു യുവ കവിയുടെ കവിതയാണ് കേരള ഗാനത്തിന് വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നല്ല കാര്യം. ഹരി നല്ല മനോഹരമായിട്ട് എഴുതുന്ന ആളാണ്, നല്ലതാണ്. പക്ഷെ ആദ്യമേ അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചാൽ പോരായിരുന്നു. എന്തിന് എന്നെ സമീപിച്ചു ഞാൻ ചോദിക്കുന്നത്? അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇൻസൾട്ട് ചെയ്യാനാണ്. താങ്കളെ മനഃപൂർവ്വം ഈ പറഞ്ഞതുപോലെ ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു അരങ്ങൊരുക്കുകയായിരുന്നു എന്നാണോ? തീർച്ചയായും, യാതൊരു സംശയവും എനിക്കില്ല. ഇപ്പോൾ എനിക്ക് യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ കമ്മിറ്റി, ഏത് കമ്മിറ്റി? ശ്രീകുമാരയ്ക്ക് 3000-ലധികം പാട്ടിന് ശ്രീകുമാരൻ ഒരു കമ്മിറ്റിയുടെ പോയി നിന്നിട്ട് പാട്ടിൻ്റെ അപ്രൂവൽ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. ഒരു കമ്മിറ്റിയുടെ മുമ്പ് ഞാൻ അപ്രൂവൽ വായിക്കാം, ഈ പാട്ടൊന്ന് അംഗീകരിച്ചു തരണേ, അതിൻ്റെ ആവശ്യമില്ല. സാർ, ഇതിലിപ്പോൾ താങ്കൾക്ക് തീർച്ചയായും താങ്കളുടെ ഗാനം എന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇത്രയധികം ഗാനങ്ങൾ എഴുതിയ ഒരാളെ ഇത്തരത്തിൽ അപമാനിച്ചതിൽ നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്. സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? കാരണം ഇതൊരു അക്കാദമി എന്ന് പറയുന്ന ഒരു ബോഡിയാണ്, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോഡിയാണ്. സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. അല്ല, ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി ഈ കേരള ഗാനം എന്ന് പറയുന്നത് ഞാൻ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. കാരണം ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് ഇടാൻ തീരുമാനിച്ചു. ജനങ്ങളുടെ പാട്ടായിട്ട് മാറും അത്.
അത്രയേ ഉള്ളൂ. അല്ലാതെ ഇനി കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ഒരു രചന നടത്താനും ഞാൻ തയ്യാറല്ല. കേരള സാഹിത്യ അക്കാദമി എനിക്കിനി അവാർഡ് തന്നാൽ ഞാൻ സ്വീകരിക്കുകയില്ല, ഉറപ്പാണ്. സർ, അക്കാദമി എന്നത് അവസാന വാക്കല്ലല്ലോ. എനിക്ക് ഗവൺമെന്റിന്റെ സഹായവും വേണ്ട. അക്കാദമി എന്നത് അവസാന വാക്കല്ലല്ലോ. ഒരുപക്ഷേ ഇത് വ്യക്തിപരമായ താങ്കൾ ഇവിടെ അല്ല, അക്കാദമിയിൽ ഫെലോഷിപ്പ് കിട്ടിയുള്ള ആളുകൾ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ജനങ്ങൾ എവിടെ നിൽക്കുന്നു എനിക്കറിയാം. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു താങ്കളോട് സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം? കാരണം അക്കാദമി എന്നതൊന്നല്ലല്ലോ അവസാന വാക്ക്. കേരള ഗാനം എന്ന് പറയുന്നത് കേരളത്തിന്റെ വേണ്ടിയുള്ള ഒരു പാട്ടാണ്. അപ്പോൾ സർക്കാരിന് തീർച്ചയായും ഇടപെടാനാകില്ല. അല്ലല്ല, കേരള ഗാനം തെരഞ്ഞെടുത്ത് കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ സംസാരിക്കാൻ? അല്ല, കേരള ഗാനം ഹരിനാരായണൻ എഴുതിയ കേരള ഗാനം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന് സച്ചിദാനന്ദൻ അക്കാദമി പ്രസിഡന്റ് പറയുമ്പോൾ ഇനി ആ പയ്യന്റെ പാട്ട് മാറ്റി എൻ്റെ പാട്ട് ഇടുന്നു ഞാൻ പറയുമോ? എൻ്റെ പട്ടി പോലും പറയില്ല. ഇപ്പോൾ സാംസ്കാരിക മന്ത്രിയുടെ ഒരു പ്രതികരണം ഞങ്ങൾ തേടി. പ്രശ്നം ഉദിക്കുന്നില്ല. അദ്ദേഹം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം ഇനി ആവശ്യപ്പെട്ടില്ല. കാരണം വെച്ചാൽ ഒരാൾ ഇപ്പം എൻ്റെ പാട്ടിൽ ക്ലിഷയാണ് എന്ന് പറഞ്ഞ് സച്ചിദാനന്ദൻ ഹരിനാരായണനെ കൊണ്ട് പാട്ട് എഴുതിച്ചു, ആ പാട്ട് സ്വീകരിച്ചു. ഇനിയിപ്പോൾ ആ പ്രശ്നം ഉദിക്കുന്നില്ല. ആ പാട്ട്, അത് ഹരിനാരായണൻ്റെ പാട്ട് നിലനിൽക്കട്ടെ, അത് പുതിയ തലമുറ വളരട്ടെ. പക്ഷേ എന്നെ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം, അത്രയേ ഉള്ളൂ. എപ്പോൾ ഞങ്ങൾക്ക് കേൾക്കാനാകും അല്ലാതെ ഞാൻ ഈ സത്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ അല്ല, ഞാൻ ഈ സത്യം ജനങ്ങൾ തുറന്നു വെക്കുമ്പോഴായാലും വന്നിട്ടില്ല പറയേണ്ട തമ്പയുടെ പാട്ട് കൃഷിയാണെന്ന് എന്നോട് ആദ്യം പറയേണ്ടത്. താങ്കൾ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അക്കാദമിയിലുള്ള ആരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ, സംസാരിക്കാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പിന്നെ അദ്ദേഹം പിന്നെ സച്ചിദാനന്ദ പ്രതികരണം ശ്രീകുമാരനോട് സ്വീകരിക്കില്ല എന്ന സച്ചിദാനന്ദനാണ് പറഞ്ഞത്. എന്നെ ആരും വിളിച്ചിട്ടില്ല. ഓക്കെ, എപ്പോൾ കേൾക്കാനാകും ഞങ്ങൾക്ക് താങ്കൾ ചിട്ടപ്പെടുത്തുന്ന ഈ കേരള ഗാനം? 2 മാസത്തിനകം കേൾക്കാൻ പറ്റും. ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് തന്നെ ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എനിക്ക് യാതൊരു സംശയമില്ല കാര്യത്തിൽ. എൻ്റെ എല്ലാ പാട്ടുകളും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതും ഏറ്റെടുക്കും. ഇപ്പം കേരളം കേളികൊട്ടു വരുന്ന കേരളം എന്ന പാട്ട് ഏറ്റെടുത്തില്ലേ? താങ്കൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ വരികൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. കഥകളി താങ്കൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ വരികൾ ഒന്നുകൂടി റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി ചൊല്ലും എൻ്റെ കേരളം ഒന്നുകൂടി റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഗാനം ഒന്ന് പാടാമോ? ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസം കേരളം, ഇളനീരിൻ മധുരമൂറുമെൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം കേരളം കേരളം കേരളം. മലകൾ പുഴകൾ കായലുകൾ കടലോരങ്ങൾ, കാഴ്ച തേടും യാത്രികൾക്ക് കലാശാലകൾ, കഥകളിതൻ താളം കേട്ടു നിളയൊഴുകുന്നു, വഞ്ചിപ്പാട്ടു പാടിപ്പാടി പമ്പ പായുന്നു, സ്ഥിതിസമത്വ സ്വപ്നം തിരുവോണമാക്കി നമ്മൾ, മാനവത്വം ഒന്നേ മതമെന്നു ചൊല്ലി നമ്മൾ, പുതുയുഗത്തിൻ പുലരുകൾക്കായി കാത്തിരുന്നോർ നമ്മൾ, ഐകമത്യധാരയായി മുന്നേറിയിടുന്നു നമ്മൾ കേരളം കേരളം കേരളം. ഇത് എഴുതുമ്പോൾ ഞാൻ നൽകുന്ന ട്യൂണാണ്. ഇത് പാട്ടായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ട്യൂൺ ഇതായിരിക്കില്ല. ശരി സർ, വളരെയധികം നന്ദി. വളരെ മനോഹരം. ഏതാണ് ക്ലിഷേ? ഇതിലേതാണ് അംഗീകരിക്കാൻ പറ്റാത്ത പദം? ഈ വരകളിൽ എന്തെങ്കിലും ഒരു മുട്ടാപ്പോക്ക് പറഞ്ഞിട്ട് ഇതില്ല. താൻ തിന്നുകയുമില്ല മൂരിന് പോകുന്നവരെ കുത്തുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട്. താൻ തിന്നുകയുമില്ല മൂരിന് പോകുന്നവരെ കുത്തുകയും ചെയ്യും. ആ സ്വഭാവമാണ് സച്ചിദാനന്ദൻ ഇപ്പോൾ കാണിക്കുന്നത്. അദ്ദേഹത്തിനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. പാവം സച്ചിദാനന്ദൻ, കഷ്ടം. അദ്ദേഹത്തിന് ഈ ഗതി വന്നല്ലോ. വളരെയധികം നന്ദി ശ്രീ ശ്രീകുമാരൻ തമ്പി സാർ. താങ്കളുടെ കേരള ഗാനം ഏതായാലും ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. വളരെയധികം നന്ദി റിപ്പോർട്ടിലൂടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.